റൂക്ക. ഞാൻ സരസ്വതി വിദ്യാലയത്തിലെ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു കഥ പറയാൻ പോവുകയാണ്. ആ കഥയുടെ പേരാണ് രണ്ട് മൺകുടങ്ങൾ. ഒരു ദിവസം ഒരു കൃഷിക്കാരനുണ്ടായിരുന്നു. അദ്ദേഹം നല്ലവരും അധ്വാനിയും ആയിരുന്നു. അദ്ദേഹത്തിന് വെള്ളം കോരാൻ രണ്ട് മൺകുടങ്ങളുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം വെള്ളം കോരുന്നതിനിടയിൽ ഒരു മൺകുടം പൊട്ടി. അതിൽ വിള്ളലുണ്ടായി. അദ്ദേഹം കോരിയെടുക്കുന്ന വെള്ളമെല്ലാം ആ വിള്ളലിൽ കൂടെ ഒഴുകിപ്പോകുമായിരുന്നു. വീട്ടിലെത്തുമ്പോൾ വെറും അരക്കുടം വെള്ളം മാത്രമേ മിച്ചമുണ്ടായിരുന്നുള്ളൂ. എല്ലാ ദിവസവും ഈ പൊട്ടാത്ത മൺകുടം ഈ പൊട്ടിയ കുടത്തിനെ നോക്കി എപ്പോഴും കളിയാക്കുമായിരുന്നു. നീ പൊട്ടിയതാണ്, നിന്നെക്കൊണ്ട് യജമാന് ഒരു ഉപകാരമില്ല, എന്നെക്കൊണ്ടാണ് യജമാന് കൂടുതൽ ഉപകാരം. ഇത് കേട്ട് പൊട്ടിയ കുടത്തിന് ഒരുപാട് സങ്കടമായി. പക്ഷേ കൃഷിക്കാരൻ പൊട്ടിയ കുടത്തിനെ കളഞ്ഞില്ല. കൂടുതൽ നാളും അതിൽ വെള്ളം കോരിക്കൊണ്ടിരുന്നു. ഒരു ദിവസം കൃഷിക്കാരൻ വെള്ളം കോരുന്ന ഇടയിൽ ഈ പൊട്ടിയ മൺകുടം പറഞ്ഞു, യജമാനനെ, എന്നെക്കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമില്ലല്ലോ. നിങ്ങൾ കോരിയെടുക്കുന്ന പകുതി വെള്ളവും ഞാൻ പാഴാക്കി കളയാണ്. നിങ്ങൾ എന്നെ കളഞ്ഞിട്ടൊരു പുതിയത് വാങ്ങിയാലും. ഇത് കേട്ട് യജമാനൻ പറഞ്ഞു, ആരാണ് നിന്നെക്കൊണ്ട് ഉപകാരമില്ലെന്ന് പറഞ്ഞത്? നീ തോട്ടത്തിലേക്കൊന്ന് നോക്കി, എന്തുമാത്രം പൂക്കളും ചെടികളുമാണ് വിടർന്നു നിൽക്കുന്നത്. നീ പാഴാക്കി കളയുന്ന വെള്ളമെല്ലാം ഈ വിള്ളലിൽ കൂടെ ഒഴുകിപ്പോയി ഈ ചെടികളിൽ വീണാലും വിടർന്നു ഇത്രത്തോളം വളർന്നത്. അതുകൊണ്ട് നിന്നെക്കൊണ്ടാണ് എനിക്ക് ഏറ്റവും ഉപകാരം. ഇത് കേട്ട് പൊട്ടിയ കുടത്തിന് ഒരുപാട് സന്തോഷമായി. ഇത് കേട്ട് പൊട്ടാത്ത കുടം നാണിച്ച് തല ഉയച്ചു. പൊട്ടിയ കുടത്തിനോട് ക്ഷമ ചോദിച്ചു. ഇതിൻ്റെ ഗുണപാഠം എന്തെന്നാൽ ആരുടെ കുറവുകളെയും നമ്മൾ കളിയാക്കാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അവ ദുഃഖിതരാകാനും പാടില്ല. എല്ലാം മാറ്റാൻ ദൈവത്തിന് സാധിക്കും. നന്ദി.